നമസ്കാരം. എൻ്റെ പേര് വിന്ധ്യ. ഞാൻ ഇടുക്കി ജില്ലയിലെ തൊടുപുഴ എന്ന സ്ഥലത്താണ്. ഇപ്പം മിഗ്ദാസ് സാറും ജൻസി മാഡം, നഫ്ലിക്ക, സുരേഷേട്ട ഇതൊക്കെ എൻ്റെ ഫാം സന്ദർശിക്കാൻ വന്നേക്കുവാണ്. എനിക്ക് ഇത് പറയാനോ ഒന്നുമില്ല, കാരണം അത്രയ്ക്ക് സന്തോഷമാണ്. ഞാൻ സാറിൻ്റെ അടുത്തുനിന്ന് 2 യൂണിറ്റ് മുതൽ കൊണ്ടുവന്നിട്ട് ഇപ്പോൾ ഒരാഴ്ചയായിട്ടുള്ളൂ. എന്നിട്ടേലും സാറ് ഇവരെല്ലാവരും വന്ന് എനിക്ക് വേണ്ടതെല്ലാം പറഞ്ഞു തന്നു. ഇത്രയും സപ്പോർട്ട് എനിക്ക് തരുന്നുണ്ട്. പിന്നെ എന്നെ പറയാനായിട്ട് എനിക്ക് അറിയത്തില്ല, അത്രയും സന്തോഷമാണ് സാറ് ഇവിടെ വന്നതിൽ. ഇവരെല്ലാവരും വന്ന് എനിക്ക് വേണ്ടതെല്ലാം പറഞ്ഞു തന്നിട്ടുണ്ട്, തെറ്റെല്ലാം പറഞ്ഞു തന്നു. എൻ്റെ അടുത്ത് വേറെ ഒരു യൂണിറ്റ് മുതലുണ്ട്, ഒരു മഠത്തിൻ്റെ അടുത്ത് വാങ്ങിച്ചാണ്. അതിനും വേണ്ട കാര്യങ്ങളെല്ലാം എല്ലാവരും എനിക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. അത് ആദ്യം ഉണ്ടാക്കിയതിൻ്റെ പേരിൽ സ്റ്റെപ്പായിട്ടുള്ള കൂടായിരുന്നു. ഒത്തിരി നഷ്ടം വന്നിട്ടുണ്ട്. നഷ്ടം വന്നെങ്കിൽ എന്തായാലും ഞാനത് വേണ്ടാന്നൊന്നും വെച്ചില്ല. ഇത് പരിപാടി നിർത്താനും പോയില്ല. സാറിൻ്റെ അടുത്ത് ചെന്നു. സാറ് എനിക്ക് അതിനകത്ത് വേണ്ട ശാസ്ത്രീയമായിട്ട് വേണ്ട കാര്യങ്ങളെല്ലാം പറഞ്ഞു തന്നു. പറഞ്ഞു തന്നപ്പോഴാണ് ഞാൻ പിന്നെ സാറ് പറഞ്ഞതനുസരിച്ച് എല്ലാം പഠിച്ച് 2 യൂണിറ്റ് ബുക്ക് ചെയ്ത് അത് തന്നെ സാറിൻ്റെ രീതിയിൽ മുന്നോട്ട് പോവുകയാണ്. നല്ല രീതിയിലാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ റാബി ഫാം സ്കൂൾ എന്ന നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിലെ എല്ലാവർക്കും എൻ്റെ നമസ്കാരം. നമ്മുടെ ഫാം ഇൻസ്പെക്ഷൻ എന്ന ദൗത്യവുമായി നമ്മളിപ്പോൾ എത്തിയിട്ടുള്ളത് ഇടുക്കി ജില്ലയിലുള്ള തൊടുപുഴയിലെ വിന്ധ്യയുടെ ഫാമിലാണ്. അപ്പോൾ നമ്മളിവിടെ വന്ന് ഇവർക്ക് ഏകദേശം കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. വലിയ കുഴപ്പമില്ലാത്ത രീതിയിലാണ് ഇവർ ഇവിടെ കാര്യങ്ങളൊക്കെ ചെയ്തു പോകുന്നത്. പിന്നെ ഇവർ ഇതിനു മുമ്പേ ഇപ്പോൾ അവർ പറഞ്ഞല്ലോ, ഒരു മേഡത്തിൻ്റെ അടുത്തുനിന്ന് 1 യൂണിറ്റ് മുതൽ കൊണ്ടുവന്നിരുന്നു. അതിലവർക്ക് കുറച്ച് ചെറിയ ചെറിയ നഷ്ടങ്ങളൊക്കെ സംഭവിച്ചിട്ടുണ്ട്. മെയിനായിട്ട് നഷ്ടം സംഭവിച്ചത് കൂടുകൾ ഉണ്ടാക്കുന്ന ഒരു രീതിയാണ്. ഇതെനിക്ക് നമ്മുടെ ഗ്രൂപ്പിലെ മെമ്പേഴ്സിനോട് പറയാനുള്ളത്, ഈ രീതിയിലുള്ള കൂടുകളൊന്നും ആരും ഒരിക്കലും ഉണ്ടാക്കാൻ ശ്രമിക്കരുത്. ഇപ്പോൾ ഇതിൽ പുൽത്തൊട്ടി ഇതിൻ്റെ നടുവിലായിട്ടാണ്, ഈ സൈഡിലൊക്കെ ഇതുപോലെ പുൽത്തൊട്ടി ഉണ്ടാകുന്നത്. ഇതാണ് കുഴപ്പം. ഇവ കണ്ടില്ലേ, ഒരു മുയൽക്കുഞ്ഞ് ഇത് അങ്ങോട്ട് ചാടിയിട്ടുണ്ട്. ചിലപ്പോൾ ഇത് പുറത്തേക്ക് ചാടിക്കുന്നത് ഇതുപോലുള്ള സൈഡിലൊക്കെ കുടുങ്ങിക്കഴിഞ്ഞാൽ അപ്പോഴാണ് ഈ സൈഡ് ഒരു കുഴഞ്ഞു പോകുന്ന പ്രശ്നങ്ങൾ, മുയൽക്കുഞ്ഞുങ്ങൾ കുടുങ്ങിയിട്ട് ചാവുന്ന പ്രശ്നങ്ങളൊക്കെ ചിലർ റിപ്പോർട്ട് ചെയ്യാറുണ്ട്. അത് ഇങ്ങനത്തെ ഒരു ഡേഞ്ചറാണ് ഈ സിറ്റുവേഷനൊക്കെ. അപ്പോൾ ഒരിക്കലും പുൽത്തട്ടിയൊന്നും ഇങ്ങനത്തെ രീതിയിൽ ആരും ഉണ്ടാക്കാതെ. അതുകൊണ്ടാണ് മിഗ്ദാസ് സാറ് നമ്മളോട് എപ്പോഴും കൂടിൻ്റെ മുകളിൽ പുല്ല് ഇട്ട് കൊടുക്കാൻ പറയുന്നത്. അല്ലെങ്കിൽ നമ്മൾ സൈഡിൽ ഇതിന് കവറായിട്ട് ഇട്ട് കൊടുക്കുക. അതുപോലെ കൂട് ഇപ്പോൾ 3 തട്ടായിട്ട് നമ്മൾ കൂട് നിർത്തുമ്പോൾ ഇപ്പോൾ ഇത്ര ഹൈറ്റാണ് ഇതിൻ്റെ ഗ്രൗണ്ട് ഫ്ലോറിൽ നിന്ന് വരുന്നുള്ളൂ. നമുക്കറിയാം 2 അടി ഹൈറ്റിൽ നിർത്തിയാൽ തന്നെ നമുക്ക് ഒരുപാട് പ്രശ്നങ്ങൾ നമുക്ക് ഇതിൽ നിന്ന് ഒഴിവാക്കാൻ കഴിയും. പക്ഷേ ഇത്ര ഹൈറ്റിൽ കൂട് നിന്ന് കഴിഞ്ഞാൽ ഈ മൂത്രത്തിൻ്റെയും കാഷ്ടത്തിൻ്റെയും അതിൽ നിന്നുള്ള ഉത്ഭവിക്കുന്ന ഒരുപാട് കാര്യങ്ങൾ, അതായത് ബാക്ടീരിയ, ഫംഗസ് ഒക്കെ ഇതിന് മുകളിലേക്ക് കയറിയിട്ട് കുഞ്ഞുങ്ങൾക്ക് വയറിളക്കം, അതുപോലെ ജലദോഷം, തുമ്മൽ, ഇങ്ങനത്തെ ഒരുപാട് അസുഖങ്ങൾ വരാനും കുഞ്ഞുങ്ങൾ ഒരുപാട് ചത്തുപോകാനും സാധ്യതയുണ്ട്. അപ്പോൾ ഒരിക്കലും ഈ തട്ടുള്ള രീതിയിൽ നമ്മൾ പാടില്ല എന്ന് മികച്ചതായി പ്രത്യേകം പറയാനുള്ള കാരണം തന്നെ ഇതാണ്. പിന്നെ നമുക്കറിയാം, ഇപ്പോൾ കൂട് ഇപ്പോൾ ഒരു ഹൈറ്റ് ഇതിൻ്റെ മുകളിൽ ഒരു കൂട് കൂടി വന്നു കഴിഞ്ഞാൽ നമുക്കത് മെയിൻറ്റെയിൻ ചെയ്യാൻ വളരെ ബുദ്ധിമുട്ടാണ്. അപ്പോൾ നമുക്ക് ചിലപ്പോൾ സ്റ്റെയറൊക്കെ വെച്ചിട്ട് കയറേണ്ടി വരും. അപ്പോൾ അങ്ങനത്തെ ഒരു കാര്യങ്ങൾക്ക് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളോട് പ്രത്യേകം ഇത് പറയുന്നത്. പിന്നെ പുൽത്തട്ടിയുടെ കാര്യം ഞാൻ പറഞ്ഞു, ഇതുപോലെ ഒരിക്കലും ആരും ഈ ഒരു രീതിയിൽ ഉണ്ടാക്കാതെ. പിന്നെ കൂടിന് തന്നെ ഏകദേശം ഇവർക്ക് 35,000 രൂപ ചെലവ് വന്നിട്ടുണ്ട്. അപ്പോൾ എത്രമാത്രം ഒരു എക്സ്പെൻസാണ് ഇതിൻ്റെ പുറകിൽ വന്നിട്ടുള്ളത് നമുക്ക് ചിന്തിക്കാൻ കഴിയും. അപ്പോൾ നമ്മൾക്ക് ഈ ഒരു മുയൽ ഫാമിംഗ് നമുക്ക് വിജയിക്കണമെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ മാക്സിമം ചിലവ് കുറച്ചിട്ട് വേണം നമ്മൾ ഓരോ കാര്യങ്ങളും നീക്കാൻ. നമ്മൾ ഒരുപാട് എക്സ്പെൻസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കറിയാം ഇതിൻ്റെ പുറകിലുള്ള എക്സ്പെൻസ് കൂടിക്കഴിഞ്ഞാൽ നമുക്കിതിന് വിചാരിച്ച അത്ര ഒരു ബെനിഫിറ്റ് നമുക്ക് എടുക്കാൻ കഴിയില്ല. അപ്പോൾ നമ്മൾ ചിലവ് കുറച്ചുകൊണ്ട് നമുക്ക് ആശയത്തിൽ നിന്ന് തരുന്ന ആ കൂടിൻ്റെ അതേ മാതൃകയിൽ അതേ രീതിയിൽ ചിലവ് കുറച്ചുകൊണ്ട് നമ്മൾ കാര്യങ്ങൾ ചെയ്യാം. അപ്പോഴേ നമുക്കിതിൽ വിജയിക്കാൻ കഴിയുള്ളൂ. എന്തായാലും പിന്നെ അതുപോലെ ഇതിൻ്റെ ഗ്രൗണ്ട് ഫ്ലോറൊക്കെ അവർ സാധാ മണ്ണ് തന്നെയാണ്. മണ്ണിൽ ഇപ്പോൾ EM സൊല്യൂഷൻ അവരിപ്പോൾ റെഡിയാക്കി കൊണ്ട് ഇരിക്കണം. അത് അടിച്ചു കഴിഞ്ഞാൽ അവർക്ക് ഒരുപാട് ജോലി കുറയും. ഇപ്പോൾ നമുക്കറിയാം, തട്ടായിട്ട് വരികയാണെങ്കിൽ അതിൽ ഷീറ്റാണ് വരിക. ഷീറ്റ് വരുമ്പോൾ നമുക്ക് ഒരുപാട് വെള്ളമൊക്കെ ഉപയോഗിച്ചിട്ട് വെള്ളം അടിച്ചിട്ട് കഴുകി ക്ലീൻ ചെയ്യേണ്ട വെള്ളത്തിൻ്റെ ചിലവ് വരും. അതുപോലെ ജോലി ഭാരം ഒരുപാട് കൂടും. പിന്നെ ഈ ഒരു സിസ്റ്റം ആണെങ്കിൽ ഇപ്പം നമ്മൾക്ക് ആശയനൊക്കെ പറഞ്ഞിരുന്ന രീതി ഇതുപോലെയാണ്. മണ്ണ് ഇളക്കിയിടുക, കാശതിക്ക് ചാടി EM സൊല്യൂഷൻ അടിച്ചു കഴിഞ്ഞാൽ നമുക്കൊരു 6 മാസം കൂടുമ്പോൾ മാത്രം ഇത് കോരിയെടുത്താൽ മതി. അപ്പോൾ അങ്ങനെ ഒരുപാട് മെച്ചങ്ങൾ ഇതിലുണ്ട്. പിന്നെ ഇവർ ഇപ്പോൾ നമ്മുടെ ആശാനിയിലേക്ക് വരാനുള്ള കാരണം ഇവർക്ക് ശാസ്ത്രീയപരമായിട്ടുള്ള ഒരുപാട് പഠനങ്ങൾ അവർ ആഗ്രഹിച്ചിരുന്നു. കാരണം ഒരു മുയൽ നമ്മൾ കൊണ്ടുപോയിട്ട് വെറുതെ കുറച്ച് തീറ്റ കൊടുത്തിട്ട് വളർത്തലല്ല മുയൽ കൃഷി എന്നവർ തിരിച്ചറിഞ്ഞു. അതുകൊണ്ട് ശാസ്ത്രീയപരമായ പഠനത്തിന് വേണ്ടിയിട്ടും അതുപോലെ നല്ല രീതിയിലുള്ള മുയലുകളെ ഇവർക്ക്
മികതായി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അവരതിനെ കൊടുത്ത് പരിചരിച്ചു കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഒരാഴ്ച ആയിട്ടുള്ളൂ. എന്തായാലും അവർ വളരെ ഹാപ്പിയിലാണ്. അപ്പോൾ എല്ലാവരും എല്ലാ കാര്യങ്ങളും നല്ല രീതിയിൽ ചിന്തിക്കുക, നല്ല രീതിയിൽ പ്രവർത്തിക്കുക. അപ്പോൾ നമുക്ക് ഒരുപാട് നല്ല വിജയങ്ങൾ കൈവരിക്കാൻ സാധിക്കും. റാബിറ്റ് ഫാമിംഗ് സ്കൂൾ എന്ന നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിന് വേണ്ടി നൗഫൽ മംഗലശ്ശേരി.